ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇത് നീ എഴുതി വെച്ചോ. വരുൺ നിന്നോട് അടുക്കുന്നില്ലെങ്കിൽ അതിനൊരേ ഒരു കാരണം അവളാ. അത് നിനക്ക് എന്നെങ്കിലും നേർക്കണ്ണിൽ ബോധ്യാവും. അല്ല, അവര് പറയുന്നത് കള്ളത്തരാണെന്ന് മാഡത്തിന് എന്താ ഉറപ്പ്? അല്ല, അതങ്ങനെ ആയിരിക്കുമല്ലോ. അല്ല, ആ സ്ത്രീയുടെ ഫോട്ടോ എന്തെങ്കിലും മോൾക്ക് തന്നിട്ടുണ്ടോ? അതൊന്നുമില്ല. എന്തിനാ വെറുതെ? മോളെ, നമുക്ക് ചുറ്റും തട്ടിപ്പുകാർ ഒരുപാട് വേഷങ്ങളിൽ നടക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ആരെങ്കിലും ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും മോൾ അവരോട് അടുക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. എനിക്കെന്താ മാഡം, എനിക്ക് അവരുടെ സ്നേഹമൊന്നും വേണ്ട. അവരുടെ നല്ല ആരുടെയും വേണ്ട. അല്ലെങ്കിലും ഞാനൊരു ഭാഗ്യം കേട്ട കുട്ടിയാ. എനിക്ക് നല്ലതൊന്നും വിധിച്ചിട്ടില്ല ആരിൽ നിന്നും. മോളെ പേടിക്കണ്ട. അമ്മയുടെ മോളെ ആരും വേദനിപ്പിക്കില്ല. മോളെ ഒരുപാട് ശ്രദ്ധിക്കണം. ശ്യാമേ, എന്തായി ആലോചിക്കുന്ന? ഒരുപാട് നേരമായല്ലോ. ഞാൻ മോള് പറഞ്ഞ കാര്യം ആലോചിച്ച് ഏട്ടത്തി. ആരാ മോളുടെ പുറകെ കൂടിയിരിക്കുന്നത്? ആരാ അവളുടെ പെറ്റമ്മയാണെന്ന് പറഞ്ഞ് പുറകെ ഇങ്ങനെ കൂടിയിരിക്കുന്നത്? എത്ര ആലോചിച്ചിട്ടൊരു പിടിയും കിട്ടുന്നില്ല. ഞാനും കുറെ ആലോചിച്ചു. വിശ്വസിക്കാൻ കഴിയാത്ത തട്ടിപ്പുകളുടെ കാലം. ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആരാന്ന് ആർക്കറിയാം? ഒരു ഉദ്ദേശമില്ലാതെ രാധികയെ തേടി ആരും വരില്ല. ഇതുവരെയുള്ള എൻ്റെ അനുഭവത്തിൽ എൻ്റെ മകളെ തേടി വരണമെങ്കിൽ അതൊരാളെ ചെയ്യൂ. ഐശ്വര്യ. ഏയ്, ഐശ്വര്യ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐശ്വര്യ ശ്യാമമോളെ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഐശ്വര്യയുടെ പെരുമാറ്റത്തിൽ അത് കാണുമായിരുന്നില്ലേ? മാത്രമല്ല, ഐശ്വര്യ ശ്യാമയുടെ മകളെ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഉപദ്രവിക്കാൻ ശ്രമിക്കില്ലേ? സ്നേഹിക്കാനാണോ ശ്രമിക്കുക? ഐശ്വര്യയാണ് കണ്ടതെങ്കിൽ പിന്നെ സംശയമൊന്നും തോന്നില്ലല്ലോ. ശ്യാമയെ പോലെ ഇരിക്കുന്ന മോളെക്കുറിച്ച് പിന്നെ എന്തിനാ സംശയിക്കുന്നത്? അങ്ങനെ ചിന്തിക്കുമ്പോൾ ഐശ്വര്യയുടെ എല്ലാം തോന്നുക. പക്ഷെ വേറെ ആർക്കായിടത്തി എൻ്റെ മോളുടെ ജീവിതത്തിൽ ഇത്രയും താല്പര്യം? ഒരു കാര്യം ശ്യാമ ഉറപ്പിച്ചോ, ഇനിയിപ്പോ അത് ഐശ്വര്യ തന്നെയാണെന്ന് കരുതിക്കോ. എത്ര തവണ പെറ്റമ്മയാണെന്ന് പറഞ്ഞ ഐശ്വര്യ രാധികയുടെ മുന്നിൽ ചെന്നാലും അവൾ അത് സമ്മതിക്കില്ല. അതാരാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. ശ്യാമ വിഷമിക്കാതിരിക്കും. എപ്പോഴെങ്കിലും ആ കക്ഷി നമ്മുടെ മുന്നിൽ വരും, വന്ന് പെടും. അടുത്ത് നിന്നിട്ട് സ്വന്തം മോളെ സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അപ്പോഴാണ് വേറൊരാള് വന്നത്. ദൈവം എന്തിനടുത്ത് എന്നിങ്ങനെ കളിപ്പിക്കുന്നത്? ദൈവം കുറെ വിഷമിപ്പിച്ചു. പക്ഷെ മോളെ കൊണ്ടൊന്ന് മുന്നിൽ നിർത്തിയില്ലേ? അതുപോലെ തന്നെ ഈ പ്രശ്നവും പരിഹരിക്കും. സമാധാനമായിട്ടിരിക്കെ.
മുത്തശ്ശി? എനിക്കിവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല മോളെ. എന്തായി അവിടുത്തെ കാര്യങ്ങള്? വരുണിനോട് അടുക്കാൻ എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട് മുത്തശ്ശി. പക്ഷെ വരുൺ ഒരു തരി പോലും അടുക്കുന്നില്ല. എന്റെ അതൊക്കെ പതുക്കെ പതുക്കെ ആയിക്കോളും. അല്ലാതെ എവിടെ പോവാനാ ഈ ആണുങ്ങളൊക്കെ? പത്മിനിയും ബാക്കിയുള്ളവരും ഒക്കെ നല്ല രീതിയിൽ തന്നെ അല്ലേ നിന്നോട്? പ്രത്യേകിച്ച് രാധിക ചേച്ചി. ചേച്ചി എന്റെ മുൻപിൽ വെച്ച് വരുണിനെ ഒരുപാട് ചീത്ത പറഞ്ഞു. എന്തിന്? അത് വരുണിന് ഞാൻ കൊണ്ടുപോയി കാപ്പി കൊടുത്തപ്പോ അതിഷ്ടപ്പെട്ടില്ല. കുറച്ച് മധുരം ഇടാൻ വേണ്ടി ചേച്ചിയോട് പറഞ്ഞതാ. അതിന് ഞാൻ വേലക്കാരിയാണെന്നൊക്കെ ചോദിച്ചു. അതോടെ നീ അങ്ങ് വിശ്വസിച്ചു അല്ലേ? വിശ്വസിക്കാതെ പിന്നെ? എന്റെ മോളെ, ലോകം കുറേ കണ്ടതാ എന്റെ ഈ കണ്ണുകൾ. ഒരാണിനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ അല്ല അടുത്ത് നിൽക്കുന്ന ഒരു പെണ്ണ്. മുത്തശ്ശി എന്തൊക്കെയായി പറയുന്നേ? ഞാൻ പറഞ്ഞാൽ അതുപോലെ അങ്ങ് ചെയ്യണം. നീ രാധികയോട് അല്പം അകലം പാലിച്ചു. അതാ നിനക്ക് നല്ലത്. അതെങ്ങനെയാ മുത്തശ്ശി? ചേച്ചി മുഴുവൻ നേരം എന്റെ കൂടെ അല്ലേ? നല്ല കാര്യങ്ങൾ മാത്രമാ പറഞ്ഞു തരുന്നേ. വരുണിനെ എന്നെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരാളെ ഞാൻ എങ്ങനെ അകറ്റി നിർത്തും? അങ്ങനെ ഒരാളോട്ട് ഞാൻ എങ്ങനെ വഴക്കുണ്ടാക്കും? ഇടി മോളെ പ്രിയങ്കേ, ആദ്യമൊക്കെ എനിക്ക് തോന്നിയിരുന്നതേ നിന്റെ ജീവിതം നിന്റെ കൈവിട്ട് പോകുന്നുണ്ടോന്നാ. കാരണം കണിമംഗലത്തുള്ളവരുടെ മനസ്സില് നീ ഉണ്ടായിരുന്നില്ലല്ലോ. എടി പക്ഷെ ഇപ്പൊ അങ്ങനല്ല. അവിടെയുള്ളവരുടെ മനസ്സിൽ കണിമംഗലത്തിന്റെ മരുമകളായിട്ടും വരുണിന്റെ ഭാര്യയായിട്ടും നീ ഉണ്ട്. ഇനി ബുദ്ധിയുള്ള പെണ്ണാണെങ്കിലേ ആ അവസരം ഉപയോഗിക്കണം. അല്ലാതെ ചേച്ചിയുടെ സ്നേഹം പറഞ്ഞ് നടന്നാലേ അത് അപകടമാ. അവൾക്ക് നിന്നോട് രക്തബന്ധം ഒന്നുമില്ല. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയാലും എടി അവക്ക് ഉറക്കം വരാതൊന്നും ഇരിക്കത്തില്ല. മുത്തശ്ശി, ഇത് നീ എഴുതി വെച്ചോ. വരുൺ നിന്നോട് അടുക്കുന്നില്ലെങ്കിൽ അതിനൊരേ ഒരു കാരണം അവളാ. അത് നിനക്ക് എന്നെങ്കിലും നേർക്കണ്ണിൽ ബോധ്യാവും. ശരി, നീ ഫോൺ വെച്ചോ. കുറച്ചു മുമ്പേ ചെറിയച്ചൻ വിളിച്ചിരുന്നു കൽപ്പനെ. ആഹാ, എന്നിട്ട്? ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചെറിയച്ച ഹാപ്പിയാ. നമ്മളോട് കണ്ണും പൂട്ടി ഏടത്തിയുടെ കൂടെ നിൽക്കാനാ പറഞ്ഞിരിക്കുന്നത്. അതല്ലെങ്കിലും അങ്ങനെയല്ലേ നമ്മൾ ചെയ്യൂ ചെറിയമ്മേ?